Assalamualaikum. Hi friends, welcome to my channel Journeys of Life. So നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മട്ടൻ കുറുമയാണ്. വളരെ ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം ഞാനിവിടെ മട്ടൻ എടുത്തിട്ടുണ്ട്. മട്ടൻ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചതാണ്. പിന്നെ ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറഞ്ഞരിഞ്ഞ ഉള്ളി, കറിവേപ്പില, ഇല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഫെനൽ പൗഡർ, സോൾട്ട്, പെപ്പർ പൗഡർ, കൊറിയാൻഡർ പൗഡർ, പിന്നെ ലാസ്റ്റ് നമ്മുടെ കോക്കനട്ട് മിൽക്ക്. പിന്നെ ഞാനിവിടെ പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് എണ്ണയെ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പേസ്റ്റ് നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 2.5 കഷ്ണം സവാളയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും ഹാഫ് പീസാണ് ഞാൻ എടുത്തിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചത്. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വേവിക്കുക. നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഞാനിവിടെ 1/2 സ്പൂൺ പെപ്പർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെപ്പർ പൗഡർ മാത്രമേ ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. പെപ്പറും ചില്ലിയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മുളക് പൊടിയൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പിന്നീട് ഞാൻ 1 സ്പൂണ് ഫെനൽ പൗഡർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മസാല ഒന്ന് കുറച്ച് സമയം മൂടി വെച്ചതിന് ശേഷം പിന്നെ അത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിവിടെ 2 സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അതിനുശേഷം ഞാൻ നമ്മുടെ മട്ടൺ സ്റ്റോക്ക് വാട്ടറും മട്ടനും ചേർത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുക ചെയ്യുന്നത്. നമ്മുടെ മസാല നന്നായിട്ട് കൂളായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അത് നമ്മുടെ മട്ടൻ സ്റ്റോക്ക് വാട്ടർ നമ്മളിപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് തിളക്കാൻ വേണ്ടി വെച്ച മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള മട്ടൻ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് കുറച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അപ്പം ഞാൻ തിളക്കുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. അപ്പം ഞാൻ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ മട്ടൻ സ്റ്റോക്കിന് ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം അധികമൊന്നും തിളപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ കുറുമ റെഡിയായി കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റെപ്പ്
നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ച സവാളയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ചെറിയ തീയിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതും നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴുള്ള ആ മണം നല്ല സ്മെല്ലാണ്. പുറഞ്ഞ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് നമ്മളെ ഏത് കറിയിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ചട്ടി കൈക്കലാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ ദ വാച്ചിങ്.